ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ്. ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒരു ഓണമുണ്ട്. അപ്പോൾ ഓണത്തിന് സമയമാകുമ്പോൾ കോളേജാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഒക്കെ നമ്മളൊരു എത്നിക് വെയർ നമ്മൾ അഫോർഡബിൾ റേറ്റിൽ നോക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ അപ്പോൾ ഇന്നൊരു ഹാഫ് സാരിയുടെ റിവ്യൂ ആണ്. മീഷോ എന്നാണ് ആ ഹാഫ് സാരി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ആ ഒരു ഹാഫ് സാരി വന്നിട്ട് പീക്കോ ബ്ലൂ. ഒരു പീകോക്ക് ബ്ലൂ ഈ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. മീഷോ 654 രൂപയ്ക്കാണ് ഈ ഒരു ഹാഫ് സാരി മേടിക്കുന്നത്. മീഷോയിൽ അപ്പോൾ ഒരുപാട് കളേഴ്സിൽ ഈ ഒരു ഹാഫ് സാരി അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് ആദ്യമേ എൻ്റെ കണ്ണിലുടക്കിയ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഇതൊരു പീകോക്ക് ബ്ലൂ ഒരു പിന്നെ നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത്. ദുപ്പട്ട പിന്നെ ബ്ലൗസ് പീസ് അതുപോലെ തന്നെ ബോട്ടം സ്കേർട്ടിൻ്റെ തുണിയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷോ നമുക്ക് 2 ടൈപ്പിൽ മേടിക്കാം. അപ്പോൾ ഒന്ന് അൺസ്റ്റിച്ചഡ് ആയിട്ട് മേടിക്കാം, പിന്നെ ഒന്ന് ഫ്രീ സൈസ് ആയിട്ട് മേടിക്കാം. ഫ്രീ സൈസ് ആയിട്ട് മേടിക്കുമ്പോഴത്തേക്കും സൈസിൽ എന്തെങ്കിലും ഒരുപാട് ലൂസ് ആയാലോ എന്നൊക്കെ ഒരു ഇത് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അൺസ്റ്റിച്ച്ഡ് മേടിച്ചിട്ട് എനിക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിലേക്ക് തയ്പ്പിച്ചെടുക്കാം എന്ന് വിചാരിച്ചു. ബ്ലൗസ് ഞാൻ ഈ ഒരു പാറ്റേണിലാണ് മേടിച്ചിരിക്കുന്നത്. ബാക്കിൽ കുറച്ച് വൈഡായിട്ട് ഒരു സ്ക്വയർ നെക്ക് വന്നിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ഞാൻ പറഞ്ഞ് തയ്പ്പിച്ചത്. പിന്നെ ബാക്കിൽ ഇതുപോലെ ഒരു ഇതും വെച്ചിട്ടുണ്ട് വൈഡായിട്ട് വരുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ പഫ് വെച്ചിട്ടുള്ള കൈയാണ് വെച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പീകോക്ക് ബ്ലൂ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും ഒരു നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ എടുത്തത്. പിന്നെ ഈ മെറ്റീരിയൽ വന്നിട്ട് ആർട്ട് സിൽക്കാണ്. പിന്നെ ഇത് കൂടാതെ പിങ്ക്, യെല്ലോ, ഗ്രേ അങ്ങനെ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ ഇട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും കുറെ പേര് ഗ്രേ കളറൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷൻ ഒക്കെ. അപ്പോൾ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് കളേഴ്സിൽ നല്ല നല്ല അഫോർഡബിൾ റേറ്റിൽ അവൈലബിൾ ആണ്. എല്ലാം ഈ 600 റേറ്റിലാണ് വരുന്നത്. ഇപ്പം ഞാൻ മീഷോയിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 614 വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഓഫർ പ്രൈസിൽ നിൽക്കുക. നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഒരു കുറച്ച് പൈസ ഇങ്ങനെ കുറയും. അപ്പം നിങ്ങൾക്ക് നല്ല ഓഫറിൽ ഒരു 580 590 റേറ്റിൽ കിട്ടുമായിരിക്കാം. കാരണം ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒരു 20 റുപ്പീസ് കുറഞ്ഞ് കിട്ടാറുണ്ട്. പിന്നെ സ്കേർട്ട് വന്നിട്ട് നോർമലി ഒരു സ്കേർട്ടാണ്. ആ ഒരു സെയിം ബോർഡർ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചേച്ചി എനിക്ക് അടിപൊളിയായിട്ട് കഴിച്ചു തന്നു. ഞാൻ ഇവിടെ ഹുക്ക് വെക്കാൻ പോയില്ല, ജസ്റ്റ് കെട്ടാണ് കെട്ട് ഇങ്ങനെ ടൈ ചെയ്യുന്നതിനാണ് കുറച്ചും കൂടി പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഹുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. നോർമലി ഉള്ളൊരു പട്ടുപാവാട നല്ലപോലെ അയൺ നല്ലപോലെ അയൺ ചെയ്തിട്ട് അതിൻ്റെ രസമാണ്. സ്കേർട്ട് വന്നിട്ട് ഇങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ദുപ്പട്ട വന്നിട്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിട്ട് കണ്ട ഈ ഒരു പാറ്റേൺ ആണ്. ഇത് നല്ലപോലെ അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യണം, എന്നാലും അല്ലെങ്കിൽ ഭയങ്കര ഒതുങ്ങിയിരിക്കത്തില്ല. അപ്പൊ നല്ലപോലെ അയൺ ചെയ്ത് യൂസ് ചെയ്താലും നമുക്ക് ഒതുങ്ങിയിരിക്കത്തുള്ളൂ. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ കട്ടന്റെ താഴെ തൂങ്ങി കിടക്കുന്നേ അതുപോലെ ചിലവർ ഡ്രസ്സിൽ പിടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആ ചേച്ചി പാവം അത് എങ്ങനെയൊക്കെ സെറ്റാക്കി തന്നു. പക്ഷെ അത് സെറ്റാക്കി തന്നില്ല. ഇതുപോലെ ഇതുപോലെ എന്തെങ്കിലും ആ ഒരു സംഭവം എനിക്ക് ഫിറ്റ് ചെയ്ത് തന്നു. അത് എൻ്റെ ഹുക്ക് കുറച്ച് ലൂസായിരുന്നു, എത്തിക്കാവുന്നതാണ് മോസ്റ്റ്ലി. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ സെപ്പറേറ്റ് ഒരു കുറച്ചുകൂടെ ലൂസായിട്ട് കിടക്കുന്ന കുറച്ചുകൂടെ ബോഡി അകിഞ്ഞായിട്ട് കിടക്കുന്ന ഒരു ദുപ്പട്ട യൂസ് ചെയ്താൽ കുറച്ചൊരു ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ദുപ്പട്ടയുടെ കാര്യത്തിൽ മാത്രം ഇത് കുറച്ച് പടുത്ത പോലെ ഇങ്ങനെ ഒരു ഷീറ്റ് കൊണ്ട് ബോഡി വെച്ച പോലെ ഇരിക്കും. ഞാൻ നല്ലപോലെ പ്രസ് ചെയ്ത് തേച്ചാൽ മതി. പ്രസ് ചെയ്ത് അയൺ ചെയ്യേണ്ടി വരും ഈ ഒരു ദുപ്പട്ട. അപ്പോൾ എല്ലാവരും ഓണമായിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിരിക്കും. ട്രഡീഷണൽ എത്തനിക് ഔട്ട്ഫിറ്റ് സെറ്റാക്കണം എന്നുള്ളവർക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണുണ്ട്. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണെങ്കിലും അപ്പം ഇത് കുറച്ച് അഫോർഡബിൾ ആണെന്ന് പേഴ്സണലി കുറച്ചിപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. കൂടാതെ കമന്റ് ബോക്സിൽ ഇതിൻ്റെ ഒരു കോഡ് ഉണ്ടാവില്ല, ആ കോഡ് ഞാൻ അവിടെ കൊടുത്തേക്കാം. ഇതുപോലത്തെ മീഷോ റിവ്യൂ വീഡിയോസും
ഒരുപാട് വീഡിയോസ് ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുകൂടെ കയറി കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് മെയിൻ കാര്യം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് ഓണമൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. അടുത്ത വീഡിയോ കാണുമ്പോൾ